ഹലോ, ഞാൻ വീണ്ടും വന്നു. പാട്ടും പാചകത്തിലേക്ക് സ്വാഗതം. എല്ലാവരും വരിക. എനിക്ക് ഇന്ന് ചെങ്കലവ മീൻ കിട്ടിയിട്ടുണ്ട്. കിളിമീൻ എന്നും പറയും, പല സ്ഥലത്തും പല പേരാണ്. ഞങ്ങളുടെ ഇവിടെ പറയുന്നത് ചെങ്കലവ എന്നാണ്. അപ്പോൾ ഇതിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മുളകറി നമുക്ക് ഉണ്ടാക്കാം. ഞാനിത് കണ്ടിച്ച് വൃത്തിയാക്കി റെഡിയാക്കി വരാം. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എല്ലാവരും കാണണം എൻ്റെ വീഡിയോ. അതുപോലെ നമ്മുടെ ചെങ്കലവ മീൻ, കിളിമീൻ കണ്ടിച്ച് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ ചേരി ചേർക്കാം. ഒരു കറിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 3 സ്പൂണ് മുളക് പൊടി, 1.25 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പുളി, കുടംപുളി, ഇഞ്ചി എല്ലാം വെളുത്തുള്ളിയാണ്. അതുപോലെ വെളുത്തുള്ളി ചതച്ചത്, ഉള്ളി, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1 തക്കാളിക്ക, 3 പച്ചമുളക്. ഇനി ഇതെങ്ങനെ കലക്കാം. ഇതൊന്ന് കലക്കി യോജിപ്പിച്ച് നമുക്ക് കറി അടുപ്പിലേക്ക് ആക്കാം. കറി കൊണ്ട് ഇനി നമുക്കിത് ഗ്യാസ് കത്തിക്കാം. ഒരടപ്പ് വെച്ച് നമുക്ക് മൂടി വെച്ച് അടയ്ക്കാം. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ അതിലേക്ക് ഇടാം. അടപ്പ് തുറക്കാം. കറി നന്നായിട്ട് തിളച്ച് നല്ല ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനും അതിൻ്റെ കിളിമീൻ്റെ തലയും എല്ലായിട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി സെറ്റാക്കിയ മീനാണ്. തീയൊന്ന് കൂട്ടി വയ്ക്കാം. നമുക്കിനി അതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. 1/2 സ്പൂണ് ഉലുവാപ്പൊടി ഇട്ടു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മെല്ലെ നമുക്കിത് ഇളക്കാൻ പറ്റത്തുള്ളൂ, മീൻ പൊടിഞ്ഞു പോവും. ഇനി നമുക്കിത് അടച്ചിട്ട് കൊടുക്കാം. തീയിൽ കിടന്ന് നന്നായി വറ്റി വേവണം. നോക്കാം. കറി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് നാടൻ വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ച് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കറക്കി റെഡിയാക്കി തീ ഓഫ് ചെയ്തു. കറി സെറ്റായിട്ടുണ്ട്. ഹലോ, നമ്മുടെ കറി, കിളിമീൻ കറി, ചെങ്കലവ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മണം. ഞാൻ ഈ വെച്ചതുപോലെ നിങ്ങളെല്ലാവരും വെക്കണം കേട്ടോ. വെച്ച് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മുടെ മീറ്റർ നീളത്തിനുള്ള പയറുണ്ടല്ലോ, ആ പയറിൻ്റെ ഇല ഞാൻ പിച്ചി തോരൻ വെച്ചിട്ടുണ്ട്. ഇനി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ പയറില, കത്തിരിയുടെ ഇല, കോവയില, ചീരയില, ഇതെല്ലാം അതൊക്കെയാണ് ഞങ്ങൾ കൂടുതലും ഉപയോഗിക്കാറുള്ളത്. വാഴക്കൂമ്പ്, വാഴത്തട, ഇങ്ങനെയുള്ളത്. പച്ചക്കറി കുറവാണ് വെടുപ്പ്. അപ്പോഴിത് നമുക്ക് ഈ മീൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
ഒന്നാം തരം കറി. മീനിന്നിപ്പിച്ച് ആ മീനും കൂടെ എടുത്ത് ഇതിലോട്ട് വെച്ച് മസാലയൊക്കെ ഒന്ന് കൂട്ടിയെടുത്ത് എന്ത് സൂപ്പർ കറിയെന്നറിയുമ്പോൾ അടിപൊളി കറി. നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ വെക്കണം. നല്ല കറിയാണ്. ലാസ്റ്റ് അവസാനം ഒരിക്കണം ഉലുവപ്പൊടി ചേർക്കാനുള്ളത്, എണ്ണ ചേർക്കാനുള്ളത്, കറിവേപ്പില, ഇതെല്ലാം ലാസ്റ്റ് ഇടണം. എന്നിട്ട് കറക്കി എടുക്കുക. മീൻ ഇളക്കുന്നത് സൂക്ഷിച്ച് ഇളക്കുക, പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുപോലെ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഇത് പരീക്ഷിക്കുക. ഓക്കെ, ബായ്.